ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ഐതിഹ്യസമ്പന്നവും വിശ്വപ്രസിദ്ധവുമായ മഹാക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രം. ആചാരപരമായ വ്യത്യസ്തത ഈ പുണ്യക്ഷേത്രത്തെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. സ്ത്രീ പൂജാരിണിയായ ക്ഷേത്രമെന്ന ഖ്യാതി മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. വനത്തിന് സമാനമായി ഇടതൂർന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടുതന്നെ ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ മനസ്സും ശരീരവും കുളിരണിയുന്നു. വിവാഹശേഷം ദീർഘകാലമായി സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾ ഇവിടെ വന്ന് നാഗരാജാവിനെയും നാഗദൈവങ്ങളെയും ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ ഫലമുറപ്പാണ്. ക്ഷേത്രത്തിൽ പ്രധാനമായി ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ. നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റ് പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിന്റെ ശയനവുമായ നാഗരാജാവ് അനന്തൻ, അതായത് ആദിശേഷൻ കുടികൊള്ളുന്നു. അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നുവെന്നാണ് വിശ്വാസം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തിവിശേഷമാണ് ഇവിടെയുള്ളത്. കേരളത്തിന്റെ സ്രഷ്ടാവായ പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രത്തിന്റെ ചരിത്രം. ക്ഷേത്രത്തിലേക്കുള്ള പാതകളിലും ചുറ്റുമുള്ള മരങ്ങളിലുമായി 1,00,000-ലധികം സർപ്പപ്രതിമകൾ ഇവിടെയുണ്ട്. നാഗരാജാവിന്റെ കൃപയാൽ സന്താന സൗഭാഗ്യം സിദ്ധിച്ച ദമ്പതികൾ നന്ദി സൂചകമായി സമർപ്പിക്കുന്നവയാണ് ഈ പ്രതിമകൾ. മഹാഗണപതി, ദുർഗ, ഭദ്രകാളി, പരമശിവൻ, ധർമ്മശാസ്താവ് എന്നീ ഉപദേവന്മാരും ദേവതകളുമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാലയിലത്തെ തലമുതിർന്ന സ്ത്രീയാണ്. വലിയമ്മ എന്ന പേരിലാണ് പുരോഹിതയായ ഈ അന്തർജനം അറിയപ്പെടുന്നത്. നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കൽപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉരുളികമഴ്ത്തൽ വഴിപാട് ഏറെ പ്രസിദ്ധമാണ്. കേരളത്തിലെ നാഗരാജക്ഷേത്രങ്ങളിൽ മുന്തിയ സ്ഥാനമാണ് മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രത്തിനുള്ളത്. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും ഈശ്വരനായി കണ്ടാരാധിക്കുക എന്ന സനാതനധർമ്മത്തിന്റെ ഉദാത്തമായ കാഴ്ചപ്പാട് ഇവിടെ സാർത്ഥകമാകുന്നു. നാഗരാജാവിന്റെ ജന്മനാളായ കന്നിമാസത്തിലെ ആയില്യത്തോടൊപ്പം തുലാമാസത്തിലെ ആയില്യവും സമാനമായ ചടങ്ങുകളോടെയാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. തുലാമാസത്തിലെ ആയില്യത്തിന് കന്നിമാസത്തിലേതുപോലെ പ്രാധാന്യം കൈവന്നതിന് ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ രാജ്യം ഭരിക്കുന്ന മഹാരാജാവിന് പതിവ് പോലെ കന്നിമാസത്തിലെ ആയില്യം നാളിൽ ദർശനത്തിനെത്താൻ കഴിഞ്ഞില്ല. അതിന് പരിഹാരമായി തുലാമാസത്തിലെ ആയില്യം നാളിൽ ദർശനം നടത്തുവാനും കന്നിമാസത്തിലെ ആയില്യത്തിന് തുല്യമായി തുലാമാസത്തിലെ ആയില്യം ഉത്സവമായി ആഘോഷിക്കുവാനും തീരുമാനമുണ്ടായി. പിൽക്കാലത്ത് തുലാമാസത്തിലെ ആയില്യം മണ്ണാറശാല ആയില്യം എന്ന നിലയിൽ പ്രസിദ്ധമായി തീർന്നു. ആയില്യത്തിന് 12 ദിവസം മുൻപ് അമ്മയുടെ വിശേഷാൽ പൂജകൾ ആരംഭിക്കുന്നു. രോഹിണി നാൾ മുതൽ പുണർതം നാൾ വരെ നാഗരാജാവിനും സർപ്പയക്ഷിയമ്മയ്ക്കും മുഴുക്കാപ്പ് ചാർത്തുന്നു. പുണർതത്തോടുകൂടി എരിഞ്ഞാടപ്പള്ളി കാവുൾപ്പെടെയുള്ള അനുബന്ധ കാവുകളിൽ പൂജകൾ പൂർത്തിയാകുന്നു. ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ജീവിതം ശോഭനവും പ്രകാശപൂരിതവുമാകുന്നു. കാവുകൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ പ്രകൃതിയെത്തന്നെ സംരക്ഷിക്കുന്നത് പ്രാചീനകാലം മുതൽക്കുള്ള എത്ര മഹത്തരമായ ചിന്തയാണ്. പ്രകൃതിയിലൂടെ ഈശ്വരനെ അറിയുക എന്ന പരമമായ സന്ദേശമാണ് പ്രചരിക്കപ്പെടേണ്ടത്. മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രം ലോകശ്രദ്ധയാകർഷിക്കപ്പെട്ടത് വെറുതെയല്ല. ഒരു ആരാധനാലയത്തിന്റെ നിർമ്മിതിയും പരിപാലനവും സർവതലസ്പർശിയാകുന്നതിന്റെ മികവുറ്റ ഉദാഹരണമാണ് മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രം. മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്ര വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല.